വരവൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്തുള്ള അറവുമാംസ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് UDF രംഗത്തെത്തി. പ്ലാന്റിന് അനുമതി നൽകിയ LDF പഞ്ചായത്ത് ഭരണസമിതിയും സ്ഥലം MLAയും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. ഇപ്പോ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഭരണം മാറിയപ്പോൾ അദ്ദേഹം അവിടെ വന്നു. അവിടുത്തെ കുറച്ച് സഖാക്കളെ വിളിച്ചിരുത്തി അവിടെ ഈ പ്ലാന്റിനെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ അവർക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് എന്നാണ് MLA പറയുന്നത്. കഴിഞ്ഞ 3 വർഷം ആയിട്ട് ഈ പ്ലാന്റിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ MLAക്ക് പരാതി നൽകിയിട്ടും ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കാനോ ഒരു ഉപക്ഷേപം ഉന്നയിക്കാനോ ഈ കാര്യത്തെക്കുറിച്ച് ജനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് പറ്റാത്തൊരു MLA പിണറായി വിജയനെ പേടിച്ചിട്ടാണോ അദ്ദേഹത്തിന്റെ അടുത്ത് പോകാനില്ല. ഇപ്പൊ VD സതീശൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റും. അതുകൊണ്ട് VD സതീശന്റെ അടുത്ത് അദ്ദേഹം ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2021 കഴിഞ്ഞ LDF പഞ്ചായത്ത് ഭരണസമിതിയാണ് ജനങ്ങളുടെ പ്രതിഷേധത്തെയും പ്രതിപക്ഷ മെമ്പർമാരുടെ എതിർപ്പിനെയും അവഗണിച്ച് അറവുമാലിന്യ സംസ്കരണ പ്ലാന്റിന് അനുമതി നൽകിയത്. ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുകയാണ്. പ്ലാന്റ് പ്രവർത്തിക്കുമ്പോൾ അസഹനീയമായ ദുർഗന്ധമുയരുകയും ശ്വാസതടസ്സം, ചൊറിച്ചിൽ, ഛർദി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നതായും പ്രദേശവാസികൾ പറയുന്നു. പരാതികൾ നൽകിയിട്ടും പ്രതിഷേധ സമരങ്ങൾ നടത്തിയിട്ടും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകളും പ്ലാന്റ് ഉടമയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. സ്ഥലം MLAയായ UR പ്രദീപ് സ്ഥലം സന്ദർശിക്കുവാനോ പ്ലാന്റിനെതിരെ പ്രതികരിക്കുവാനോ നിയമസഭയിൽ വിഷയം ഉന്നയിക്കുവാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഭരണം മാറിയപ്പോൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി എന്ന MLA മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയത് രാഷ്ട്രീയമായി ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. UDF നേതൃത്വം ആരോഗ്യമന്ത്രി K മുരളീധരനെ നേരിൽ കണ്ട് നിവേദനം നൽകിയിട്ടുണ്ടെന്നും അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും നേതാക്കൾ പറഞ്ഞു. ജനങ്ങൾക്ക് ദുരിതമായി മാറിയ അറവുമാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നും തുടർ നടപടികളുടെ ഭാഗമായി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകുമെന്നും UDF നേതാക്കൾ അറിയിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ UDF വരവൂർ മണ്ഡലം ചെയർമാൻ M വീരചന്ദ്രൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫ, പഞ്ചായത്ത് മെമ്പർമാരായ PV ബാപ്പുട്ടി, B വാത്തുക്കുട്ടി, സെറീന, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് TM അയ്യൂബ്, PS രാജൻ, ബഷീർ പാറപ്പുറം എന്നിവർ പങ്കെടുത്തു.